ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. സാർ കുറച്ചുകൂടെ ഉയർത്തിപ്പിടിക്കും. സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ വിദ്യാർത്ഥികളുടെ പ്രായോഗിക പഠനത്തിനായി സയൻസ് ലാബുകൾ സജ്ജീകരിക്കുന്നതിനായി സയൻസ് ലാബ് നവീകരണം എന്ന പദ്ധതി നടപ്പിലാക്കി വരികയാണ്. 2025-26 ഔദ്യോഗിക സാമ്പത്തിക വർഷം ഭരണാനുമതി നൽകിയ 20 സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളും സയൻസ് ലാബ് നവീകരിക്കുന്നതിനുള്ള ടെൻഡർ നടപടി നടന്നു വരികയാണ്. കൂടാതെ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ ശാസ്ത്ര വിഷയങ്ങളുടെ പ്രായോഗിക പഠനത്തിനായി സ്ട്രീം ഇക്കോസിസ്റ്റം, ശാസ്ത്ര പാർക്കുകൾ എന്നീ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ബി. പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ സാഹിത്യ കഴിവുകൾ വളർത്തുന്നതിൻ്റെ ഭാഗമായി 6 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് തങ്ങളുടെ സർഗാത്മക കഴിവുകൾ ഉപയോഗപ്പെടുത്തി കഥ, കവിത, ലേഖനങ്ങൾ എന്നിവ രചിക്കുവാനുള്ള അവസരം നൽകുന്ന ബെഡ്ഡിംഗ് റൈറ്റേഴ്സ് പ്രോഗ്രാം നടപ്പിലാക്കി വരുന്നു. അതോടൊപ്പം കുട്ടികളുടെ സാഹിത്യ സൃഷ്ടികൾ എഡിറ്റ് ചെയ്ത് പുസ്തക രൂപത്തിലാക്കി പ്രിൻ്റ് ചെയ്ത് സർക്കാർ സ്കൂൾ ലൈബ്രറികൾക്കും കുട്ടികൾക്കും നൽകുന്ന എഴുത്തു വെച്ച പദ്ധതി കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടുപോയ സ്കൂൾ കുട്ടികളെ ചേർത്ത് പിടിക്കുവാനും ഒറ്റപ്പെടലിനെ സാധ്യതകളാക്കി മാറ്റാനും നടപ്പിലാക്കിയ അക്ഷരം വൃക്ഷം പദ്ധതി നടപ്പിലാക്കി വരുന്നു. വിദ്യാർത്ഥികളുടെ സാഹിത്യ കഴിവുകൾ വളർത്തുന്നതിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ സാഹിത്യ കഴിവുകൾ വളർത്തുന്നതിന് SITയുടെ ആഭിമുഖ്യത്തിൽ അക്ഷരക്കൂട്ടം എന്ന പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നായി 120 എഴുത്ത് പ്രതികൾ പങ്കെടുത്തു. എല്ലാ വർഷവും കുട്ടികൾക്കായി ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നു. കുട്ടികളുടെ മികച്ച രചനകൾ SCRT നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കും.